ഹായ്, സെയിൽ വീഡിയോ ആണ്. നിങ്ങൾക്കായിട്ട് കുറച്ച് റോസാ ചെടികൾ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോ, നല്ല വലിപ്പമുള്ള ക്ലൈമ്പിംഗ് റോസുകളുടെ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ചെടികൾ ചില വെറൈറ്റീസൊക്കെ ഒരെണ്ണമോ അല്ലെങ്കിൽ 2 എണ്ണം 3 എണ്ണം അതിൽ കൂടുതൽ കിട്ടാൻ നല്ല പാടാണെന്ന്. കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവരാറുമുണ്ട്. അങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. അതിൽ ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചാർജാണ് താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ DTDCയിൽ നമുക്കറിയാം മാക്സിമം കൊറിയർ ചാർജ് എന്ന് പറയുന്നത് 1 കിലോ വരുമ്പോൾ 80 രൂപയാണ്. അത് നമ്മുടെ കേരളത്തിനുള്ളിൽ കേട്ടോ. അപ്പോൾ ഈ റോസ് എന്നൊക്കെ പറഞ്ഞാൽ, വലിയ റോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ വേരൊക്കെ തന്നെ അത്രയും ഒരു ചട്ടി ഫുള്ള് നിറഞ്ഞ് ചട്ടി പൊട്ടിച്ച് പുറത്ത് പോയേക്കുന്നതാണ്. ഇതൊക്കെ ഒതുക്കി പാക്കി നല്ല വെയിറ്റോട് കൂടിയാണ് അയക്കുന്നത്. പിന്നെ അത്രയും വളർന്നു പോയ റോസാണ്. അതിൻ്റേതായ റേറ്റ് ഉണ്ട്. അതൊരു നല്ല വെറൈറ്റി ആയിരിക്കും. എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ളതാണ് നമുക്ക് മെയിൻ ഗാർഡനിൽ നിന്ന് കിട്ടാറ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് റോസ് ഒരു റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ എനിക്ക് ആ റോസ് കൊടുക്കാൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു പരാതിയായിട്ട് വന്നേക്കുന്നു. നിങ്ങൾ എനിക്ക് ആ റോസ് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുന്നു. ചിലപ്പോൾ ആദ്യം ഒരു സെയിൽ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞവരായിരിക്കാം വീണ്ടും വന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. എനിക്ക് മെസ്സേജ് വരുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുത്ത് സെയിലായി കഴിയുമ്പോഴായിരിക്കും ഈ മെസ്സേജ്. ഒരേ സമയം എത്ര മെസ്സേജുകളാണ് വാട്സപ്പിലോട്ട് വരുന്നതെന്നറിയോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അല്ലാതെ ആർക്കും തരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും അല്ല. അതുമല്ല, ഞാനിപ്പോൾ ബൾക്കായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കാലിലേക്ക് നല്ല ഇൻഫെക്ഷനാണ്. എനിക്ക് പാക്ക് ചെയ്യാനൊന്നും അങ്ങനെ പറ്റാറില്ല. ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കാറില്ലെങ്കിലും നമ്മുടെ സെയിൽ വീഡിയോ നിന്ന് പോവരുതല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളാരും എൻ്റെ അടുത്ത് പരാതി ആയിട്ട് അങ്ങനെ എന്നോടൊരു ഇത് തോന്നരുത്. നമ്മൾ റോസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. ഇപ്പം ഞാൻ അത്രയും നേരം നിന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എനിക്ക് അത്ര വലിയ പ്ലാന്റ്സ് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് നേരം നിന്നിട്ടൊക്കെയാണ് എനിക്ക് അത്രയും വെയിലൊക്കെ കൊണ്ട് നിന്ന് ആ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ടയേർഡ് ആവുന്നുണ്ട്. മിക്കപ്പോഴും ഞാൻ ലോഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ, പനി വരെ വരുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് എപ്പോഴും എനിക്ക്. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. ഒരു സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് എന്നെ കാണില്ല. പാക്കിങ് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം, ഒരുപാട് പേര് സങ്കടത്തോടു കൂടി വന്നു. എനിക്കറിയാം റോസുകൾ ഇഷ്ടമുള്ള കൊണ്ടായിരിക്കാം. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ റോസുകൾ എടുക്കുന്നുണ്ട്, പാക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാം നല്ല രീതിയിലൊക്കെ കുറച്ചും കൂടി അധികം റോസുകൾ കളക്ട് ചെയ്യാനും അതുപോലെ സ്പീഡിൽ പാക്ക് ചെയ്ത് അയക്കാനൊക്കെ. നമ്മൾ 20 days ആണ് പറയുന്നത്. അതിനുള്ളിലാണ് കേട്ടോ ഈ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും ആദ്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഒരു വഴക്ക് വിചാരിക്കരുത്, ഞാൻ റോസ് തരുന്നില്ല, മെസ്സേജ് നോക്കുന്നില്ല, അങ്ങനെ ഒരു വഴക്ക് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ മാംഗോ യെല്ലോ റോസാണ്. അതിൽ ഈ ഒരു പോട്ടിന് 100 രൂപ കേട്ടോ. 100 രൂപയ്ക്കാണ്. നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്തിട്ടില്ല. നമ്മൾ ചെറിയ റോസൊക്കെ അത്യാവശ്യം എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് പാക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് റോസുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓർഡറുകളെ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാംഗോ യെല്ലോ റോസിന് 100 രൂപയാണ്. വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. ഇനി അടുത്ത റോസും ഇതിൽ നമുക്ക് 50 രൂപയുടെ റോസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് 50 രൂപ റേറ്റിലുള്ള റോസ് കാണാം. നമ്മുടെ പനിനീർ റോസ് എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് സുഗന്ധത്തോടെ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പനിനീർ റോസിൻ്റെ മജന്ത ഷെയ്ഡാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുന്നതാണ്. നാടൻ റോസാണ്. ഇലകൾക്കാണെങ്കിൽ പോലും നല്ല മണമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പരിചിതമാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഇതില്ലാത്തവർക്ക് വാങ്ങാം കേട്ടോ. ഇതില്ലാത്തവർ എന്ന് പറയാൻ കാര്യം എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു റോസ് ഉണ്ടാവും. നമ്മൾ ആദ്യമൊക്കെ റോസ് വാങ്ങുമ്പോഴത്തേക്കും നല്ല സുഗന്ധമുള്ള പനിനീർ റോസുകളാണല്ലേ സ്വന്തക്കാർ. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന തൈയാണ് കേട്ടോ നമ്മൾ 50 രൂപ ഓൺ റൂട്ട് കൊടുക്കുന്നത്. റേറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്ത റോസ് എന്ന് പറയുന്നത് ഒരു 120ൻ്റെ റോസാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്.
അപ്പോൾ ഇവിടെ ഗാർഡനിലെത്തിയപ്പോൾ കുറച്ച് മഴയൊക്കെ നമുക്കിവിടെ മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി സമയത്തൊക്കെ മഴയുണ്ട്. അപ്പോൾ മഴയൊക്കെ വന്ന് ആ പൂവ് അങ്ങ് കുറച്ച് ഇതളുകൾ കൊഴിഞ്ഞു പോയി. നല്ലോണം പെറ്റൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു റോസിന്. അപ്പോൾ അതിൽ കുറച്ച് പെറ്റൽസ് പോയി, എന്നിട്ടും നല്ല ഭംഗിയിൽ നിൽക്കുവാണ്. നല്ല സുന്ദരിയായൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് 120 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് റോസ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. പിന്നെ നമ്മൾ ബൾക്കായിട്ട് ലോഡ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. എങ്കിലും നമ്മുടെ കയ്യിലുള്ള റോസ് പോകണമെങ്കിൽ നമ്മൾ സെയിൽ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം അയക്കുന്നവർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് നമുക്കിതിൻ്റെ വലിയ പ്ലാന്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്നതിൻ്റെ ചെറിയ പ്ലാന്റ് കിട്ടി കേട്ടോ. നല്ല അടിപൊളി ഒരു റോസാണ്. നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ആപ്രിക്കോട്ട് കളറിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 120 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള റോസാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ആപ്രിക്കോട്ട് കളറുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ വരാറുണ്ട്. ഈ ഒരു ഷെയ്ഡിൽ തന്നെ 2-3 ടൈപ്പ് കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ, അങ്ങനെ അധികമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് സുന്ദരിയായിട്ടുള്ളൊരു ടീ റോസാണ്. ടീ റോസ് എപ്പോഴും എൻ്റെ നിന്ന് ഒരുപാട് ആളുകൾ വാങ്ങാറുണ്ട്. ടീ റോസിൻ്റെ നമ്മൾ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ സെയിൽ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ആ പൂക്കൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം ആയെങ്കിൽ പോലും നല്ല ഭംഗി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി സുന്ദരികളാർന്ന് ഇവരൊക്കെ. മുട്ടുകൾ നിൽക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് പറയും മുട്ടുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം തോന്നിയിട്ടോ എനിക്ക് ഇങ്ങനെ കൂട്ടത്തോടെ കുറച്ച് മുട്ടുകളെ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു റോസിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് 120 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി റോസാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ. നമുക്ക് റോസ് ഒരുപാട് വെറൈറ്റി റോസുകളുണ്ടല്ലേ, ഒരുപാട് കളറുകളിലുണ്ട്. പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണെങ്കിലും വ്യത്യാസമുള്ള ഒരുപാട് റോസുകളുണ്ട്. അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് എടുക്കണം എന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് റോസുകൾ എടുക്കുന്നതുകൊണ്ട് ബൾക്കായിട്ട് എടുക്കാൻ പറ്റാറില്ല. വലിയ റോസാണെങ്കിലും ചെറിയ റോസാണെങ്കിലും നമ്മൾ പ്ലാന്റ് അവിടെ നിന്ന് നോക്കി വേണോ വേണ്ടേന്നൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ 7 days കാശ്മീർ റോസ്, വൈറ്റ് ബട്ടൺ റോസ്, പിങ്ക് ബട്ടൺ റോസ് ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ ബൾക്കായിട്ട് കിട്ടും. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ അങ്ങനെ ലഭിക്കാറില്ല കേട്ടോ. ഇതൊരു അടിപൊളി റോസാണ്. നല്ല ഭംഗിയുള്ള തൈയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 150 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് വലിയ പ്ലാന്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കതനുസരിച്ച് ഞാൻ ചെറിയ പ്ലാന്റ് കിട്ടിയപ്പോഴത്തേക്കും ആ ഒരു പോട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റോസാണ്. ഇതിൻ്റെ ഓറഞ്ച് കളർ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു റോസും ഓറഞ്ച് കളറും നമുക്ക് ബാക്കി കാണിച്ച റോസുകളേക്കാൾ കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ 150 രൂപയാണ് ഈ റോസിന് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇതിൽ ഞാൻ ആവശ്യമുള്ളവരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ 2 കസ്റ്റമറാണെങ്കിലും 3 കസ്റ്റമറാണെങ്കിൽ പോലും എനിക്കിത് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഏത് പ്ലാന്റാണോ റെഡി ആയിട്ടുള്ളത് ആ പ്ലാന്റ് നമ്മൾ സെയിലിനിടും. അതങ്ങനെ പറയാൻ കാര്യം, നമ്മുടെ വലിയ റോസുകളൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നതാണ്, നിങ്ങൾ ഒരു 1, 2, 3 പ്ലാന്റ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ വന്ന് ആളുകൾ എടുക്കുന്നില്ല. എനിക്ക് ആകെ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ മീഡിയ, അതായത് നമ്മുടെ യൂട്യൂബ് വഴിയുള്ള സെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റോസ് അതിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 1 കസ്റ്റമറായാലും 2 കസ്റ്റമറായാലും എനിക്കൊരു വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് 150 രൂപയാണ്. നല്ല ഒരു പ്ലാന്റ് നോക്കി തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പ്ലാന്റിൽ വന്നതാണ്, പക്ഷേ ഒരു റെയർ വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു കളറുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പോൾ 150 രൂപയാണ്. ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അടുത്തത് അതിസുന്ദരിയായിട്ടുള്ള ഒരു വെറൈറ്റി റോസാണ്. ഈ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് 150 രൂപയാണ്. നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ. ഇങ്ങനെയുള്ള റോസുകളൊക്കെ പൂക്കൾ കുറച്ചധികം ദിവസം നിൽക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ. നമ്മുടെ നാടൻ റോസുകൾ അതുപോലെ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും റോസ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഉഷാറായിട്ട് നിൽക്കുമെന്ന്. അങ്ങനെയല്ല, വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ നമുക്ക് കിട്ടുന്ന റോസുകൾക്ക്
കുറച്ച് അതിൻ്റേതായ രീതിയിൽ ഇവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് അവർ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളർന്ന് ഇത്രയും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ആദ്യമായിട്ട് റോസ് വാങ്ങുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഡൗട്ടാണ് അവർക്ക്. ഇപ്പോഴും ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയാണ് റോസ് നടേണ്ടത്, എൻ്റെ റോസ് മുരടിച്ച് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് റോസ് നടുന്നതിലോ അതിന് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഇതുപോലെ യൂട്യൂബിലുള്ള മറ്റു വീഡിയോസ് കണ്ടൊക്കെയാണ് റോസ് പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കി എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ റോസ് എടുക്കുന്ന നമ്മുടെ ഈ റോസ് കൊണ്ടുവരുന്ന ഗാർഡനിലൊക്കെ അന്വേഷിക്കുക എന്താണ് കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് വലിയ ഇതൊന്നും അറിവോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ വീട്ടിൽ റോസ് നട്ടയിൽ അമ്മ വീട്ടിലാണ് എൻ്റെ മിക്ക റോസുകളും ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അവിടെയെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇതൊക്കെയാണ്, വലിയ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, വലിപ്പം കുറവായിരിക്കും. അപ്പോൾ വലിപ്പമൊക്കെ വെക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വളങ്ങൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ നോക്കിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് ഈ ഒരു സുന്ദരി റോസാണ്. ഈ റോസിന് റേറ്റ് 150 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു റോസാണ്. ഇവർക്കൊക്കെ അതിൻ്റേതായ ID കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാത്തത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഏതാണ് കാണിച്ചേക്കുന്നതെന്ന്. ഇനി നമ്മുടെ കയ്യിൽ വെറൈറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന അടുത്തൊരു പ്ലാന്റാണിത്. നമ്മുടെ ടൈഗർ റോസ് അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ റോസ് എന്നൊക്കെ പറയുമല്ലോ, അതിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഡബിൾ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ റേറ്റ് 150 രൂപയാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള എന്നാൽ നല്ല എന്താ പറയുക, നമുക്ക് ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അതുപോലെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ടൈഗർ റോസിന് ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇതിൽ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള റോസാണ്. ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുള്ളൊരു ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു 150 രൂപ വരെയാണ് റേറ്റെന്ന്. പക്ഷേ ഈ റോസ് അങ്ങനെയല്ല. എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ ഒരു ഫ്ലവർ അതിൽ കണ്ടപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണത്. നാടൻ ബഡ്ഡിങ് തനി നാടനായിട്ട് നോൺ റൂട്ടിൽ കിട്ടിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് വേണ്ടവർക്ക് ഞാൻ എൻ്റെ റേറ്റ് ഇതിൽ കൊടുക്കുന്നില്ല. കാരണം എനിക്ക് വളരെ റെയറായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് വേണം ഉള്ളവരെന്ന് പറയാനും പറ്റില്ല. ഈ ഒരു പ്ലാന്റ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ചില ക്ലൈമ്പിംഗ് റോസുകളൊക്കെ ഇത് ഓൺ റൂട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര റെയറായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു റേറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ റോസ് വേണ്ടവർ ഓർഡർ ചെയ്യുക. ഇതിൽ ആർക്കാ കിട്ടുകയെന്ന് അറിയില്ല. കിട്ടുന്നവർ ഭാഗ്യശാലികൾ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, ഒരു തയ്യ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത സെയിൽ വീഡിയോ ആയിട്ട് വരാം. കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ സെയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കുന്നില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ സെയിൽ കൊണ്ടുവരണം. അതുപോലെ കുറച്ചുകൂടി റോസുകളുടെ സ്റ്റോക്ക് എടുക്കണം. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് റോസ് കളക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ ഹോം ഗാർഡൻ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണമെന്നുള്ളത്. എന്നാലാണല്ലോ നിങ്ങളെയൊക്കെ വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് റോസ് എടുക്കാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോഴും എത്ര നാൾ കൊണ്ടുള്ള ആഗ്രഹമെന്നറിയോ, പക്ഷേ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. ശ്രമിച്ചാൽ പറ്റൂ കേട്ടോ. നമുക്ക് അങ്ങനെ ആ ഒരു ഇതിലോട്ട് എത്താനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് സെയിൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരാതിയാണ് മെസ്സേജ് നോക്കുന്നില്ല, റോസ് സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കസ്റ്റമേഴ്സിന് നമ്മൾ സെയിൽ ചെയ്യാനാണ് ഈ റോസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. അതുപോലെ വാട്സപ്പ് വഴി നമ്മൾ ഓർഡർ എടുക്കുന്നതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓർഡറുകൾ മിസ്സാവുന്നത്, നിങ്ങളുടെ മെസ്സേജ് നോക്കാനായിട്ട് ഡിലേ വരുന്നത്, അങ്ങനെയൊക്കെ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചവരുടെ വരെ നമുക്ക് മിസ്സായി പോവാറുണ്ട്. അത്രയും മെസ്സേജുകൾ അടിയിൽ നിന്ന് തൊട്ട് നോക്കിയെടുത്തിട്ടാണ് ഓർഡറുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിറകിലായിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പറ്റുവാണെങ്കിൽ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ചെയ്യാം കേട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസ് അല്ലല്ല, നല്ല പ്ലാൻസ് ആണ് എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾ സെയിൽ ചെയ്യാതെയും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഞാൻ സെയിൽ വീഡിയോ ഇട്ടിട്ട് ഓർഡർ എടുക്കാതെ ആയി പോയായിരുന്നു കുറച്ച് ഡേയ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ മിസ്സായിട്ടുണ്ട്. കുറച്ച് പ്ലാൻസ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഇപ്പോൾ ഒരു 3-4 മാസം കൂടുമ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നും പറഞ്ഞ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നോക്കട്ടെ, ഇപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ പുറത്താണ് റോസ് വെച്ചിരിക്കുന്നത്. നമുക്കത് കെയർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് ഞാൻ ഇടില്ല. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ഉടനെ ഉണ്ടാവും കേട്ടോ. ഏതെങ്കിലും ഒരു കുറച്ച് പ്ലാൻസ് എങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.